കേരളീയ ഹൈന്ദവ ആരാധനയുടെ കേന്ദ്ര ബിന്ദുക്കളിലൊന്നാണ് ഗുരുവായൂർ ക്ഷേത്രവും ഗുരുവായൂരപ്പനും. സർവ്വ പ്രതീക്ഷകളും അറ്റുകഴിയുമ്പോൾ ഒടുവിലത്തെ ആശ്രയമായി ആ കാൽക്കീഴിൽ ചെന്നു വീണാൽ മതി എന്നാണ് ദൈവജ്ഞർ ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ച് സാധാരണ പറയാറ്. ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ ഒരു ജനത മുഴുവൻ ഉണ്ണിക്കണ്ണനായി നെഞ്ചിലേറ്റി ആരാധിക്കുന്ന മലയാളത്തിൻ്റെ വൈകുണ്ഠം. കേവലം ഐശ്വര്യമോഹങ്ങൾക്കപ്പുറം ഹൃദയം കൊണ്ട് നമിക്കുന്നവരെയും ആത്മാവ് കൊണ്ട് ആ മഹാശക്തിയെ തിരയുന്നവരെയും ആ കാരുണ്യമൂർത്തി കൈവിടാറില്ല. നിത്യേന 5 പൂജകളും 3 ശിവേലികളും നടക്കുന്ന മഹാക്ഷേത്രമാണ് ഗുരുവായൂർ. ഒരു ദിവസം 12 ഭാവങ്ങളിൽ ഗുരുവായൂരപ്പൻ ദർശനം നൽകുന്നു. ഓരോന്നിനും ഓരോ ഗുണങ്ങളാണ് പറയുന്നത്. നിർമാല്യ സമയം വിശ്വരൂപത്തിൽ നിൽക്കുന്ന ഭഗവാന്റെ ദർശനം മഹാപാപനാശനം നൽകുന്നു. എണ്ണാഭിഷേക സമയത്ത് വാതരോഗവിഘ്നനാണ്. ചരിത്രപരമായ പല രേഖകളിലും വാതരോഗം മാറ്റുന്ന ക്ഷേത്രമായി ഗുരുവായൂരമ്പലം നിലനിൽക്കുന്നു. ശാന്തിയും സമാധാനവും നൽകുന്ന ഗോകുലനാഥനായി വാഗചാർത്തിന്റെ നേരത്തും ധനാഭിവൃദ്ധി നൽകുന്ന സന്താന ഗോപാലനായി ശംഖാഭിഷേക സമയത്തും ഭഗവാന്റെ ഭാവം മാറുന്നു. ബാലാലങ്കാര സമയത്ത് ഉണ്ണിക്കണ്ണനാണ്. സന്താനങ്ങളുടെ ക്ലേശങ്ങളും ദുരിതങ്ങളും മാറ്റുവാൻ ഈ ദർശനം ഉത്തമമാണത്രേ. അഭിഷേക സമയത്ത് യശോദാബാലനായി നിലകൊള്ളുന്ന ഗുരുവായൂരപ്പൻ ശത്രുദോഷ നിവാരണത്തിന് കാരണക്കാരനാകുന്നു. ആ ഒരു പ്രായത്തിൽ ഭഗവാൻ നിർവീര്യമാക്കിയ ശത്രുക്കളുടെ എണ്ണത്തിന് കണക്കില്ലല്ലോ. വനമാലാകൃഷ്ണനായി നവകാഭിഷേക സമയത്ത് സർവരക്ഷാകാരകനാകുന്ന ഭഗവാന്റെ ഉച്ചസമയത്തെ സർവാലങ്കാര ദർശനം ജ്ഞാനലബ്ധിക്കും വൈരാഗ്യപ്രാപ്തിക്കും ഇടവരുത്തുന്നു. സന്ധ്യാസമയത്ത് സർവമംഗളദായകനും ദീപാരാധനാ സമയം മോഹനരൂപനായും വിളങ്ങുന്നു. സന്ധ്യാസമയത്തെ ദർശനം കുടുംബ ഐശ്വര്യത്തിനും ദീപാരാധന നേരത്തേത് ദാമ്പത്യ സൗഖ്യത്തിനും ഉത്തമമാണ്. രോഗശമനം നൽകുന്ന വൃന്ദാവന ചരനായി അത്താഴപൂജയ്ക്കും മോക്ഷം നൽകുന്ന ശേഷശയനനായി തൃപ്പുക സമയത്തും ഗുരുവായൂരപ്പൻ വിവിധങ്ങളായ 12 ഭാവങ്ങളിൽ വിളങ്ങുന്നു.